ഇതൊക്കെ മനുഷ്യന്മാരെ കുടിക്കുന്ന സാധനം തന്നെയാണോ സാറേ? എന്റെ സാറേ, സാർ ഇതുവരെ കഴിച്ചിട്ടുള്ള സ്റ്റാത്ത സാധനമൊന്നുമല്ല. അതാണ് സാക്ഷാൽ സോമരസം. അയ്യപ്പനാ കണ്ണൊന്നടിച്ചേ. അതുകൊണ്ട് വളരെ ഓപ്പണായിട്ട് ഞാൻ ചോദിക്കുക, ഒരു കളി തരുമോ? അങ്ങനെ ഫോൺ എടുത്തടാ. ഇല്ലളിയാ, ഇന്നലെ തൊട്ട് കിടന്ന് വിളിയോട് വിളിയാണ്. ഇതേ ഇപ്പൊ ഫോണ് സ്വിച്ച് ഓഫ് പോയി. നിന്റെ സാറ് എവിടെടാ? ആരെയാ? കാട്ടുകോഴിയാ. അങ്ങനെ പടം തുടങ്ങുന്നതിന് മുന്നേ കാസ്റ്റിംഗ് ഓടിക്കിട്ടുണ്ടാവും. സണ്ണിച്ചാൻ എന്തിന്റെ കേടാ? അയാളുടെ പടത്തിന്റെ കാര്യം നോക്കാൻ പറ. എൻ്റെ പൊന്നു സുഖു പ്രൊഡ്യൂസേഴ്സാണ്, അവരെന്ത് കോപ്പയിലും ചെയ്യട്ടെ. ഈ പടം നടന്നുണ്ടാവും. നീ അച്ചായപ്പ് വിളിച്ച് വെച്ചോളൂ. നീ അങ്ങ് എത്തിയോന്ന് ചോദിച്ചു. ഓ, എത്തിയത് തന്നെ. ഇതൊരു ഇടങ്ങേറി പിടിച്ച സ്ഥലമാണ്. നീ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് കറങ്ങി നടക്കുകയാണ്. എടാ, വീട് കുറച്ച് ഉള്ളിലാണ്. നീ ആ തെളിഞ്ഞടക്കുന്ന വഴിക്ക് വിട്ടോ. ആ വഴി നേരെ അങ്ങോട്ട് ചെല്ലും. ഒരിക്കൽ അച്ചായൻ്റെ കൂടെ പോയിട്ടുള്ള. നിങ്ങൾക്ക് ഈ ഡയറക്ടർമാരൊക്കെ വല്ല 4 സ്റ്റാറിലോ 5 സ്റ്റാറിലോ കൊണ്ടുപോയി താമസിച്ചാൽ പോരെ. എന്തിനാടാ ഈ കാട്ടിലൊക്കെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്? എൻ്റെ സുഖം നീ ഒന്ന് ചെല്ലേ. ആ അക്കരക്കാവിൽ അയ്യപ്പോൾ അടിച്ചോഫായി അവിടെ ഇങ്ങനെ കിടപ്പുണ്ടാവും. നീ ഒന്ന് ചെന്ന് സുഖിപ്പിച്ച് സോപ്പിട്ടൊക്കെ നിർത്തിക്കോ. അയ്യപ്പൻ്റെ അടുത്ത പടത്തിൻ്റെ പോസ്റ്റിൽ നിൻ്റെ തല വന്നാൽ എന്താ പുളിക്കോ? ആ ഒരൊറ്റ പ്രതീക്ഷയിലാണല്ലിയാ ഞാൻ ഈ വണ്ടി എടുത്ത് കാട് കയറിയത്. ഇപ്പോൾ നേരെ പോയാണ്ട് എത്തുമോ? ആ, നേരെ വിട്ടോ വിട്ടോ. ശരി എന്നാ വെച്ചോ. ഈ വിശേഷം എന്തിനാണോ വിളിക്കുന്നത്? ഹലോ, നീ എവിടെയാണ്? ഞാൻ ഇവിടെ അമ്പലത്തിന് മുമ്പിലുണ്ടാ. എന്റെ സുഖം എവിടെയാണ്? സുഖം അയ്യപ്പനെ തിരക്ക് കാട്ടിപ്പോയിരിക്കേ. ശബരിമലയ്ക്കാ? എടാ, ഡയറക്ടർ അയ്യപ്പനെ തിരക്ക് കാട്ടിപ്പോയിരിക്കായിരുന്നു. എടാ, അത് പറയാനാ ഞാൻ വിളിച്ചത്. സുഖുവിനോട് നൈസായിട്ട് നിങ്ങൾ തിരിച്ചു വരാൻ പറയും. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, അതല്ല, ആ കാട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടോ എന്നൊരു തോന്നല്. എന്ത് പ്രശ്നം? അതൊന്നറിയില്ല. ആ അയ്യപ്പന്റെ കാര്യത്തിൽ എന്തോ ഒരു വശവശക്ക്. പിന്നെ പ്രശ്നം കോപ്പാണ്. ഒന്ന് വെച്ചിട്ട് പോടാ. എടാ, അത് വെച്ചാ എന്നാ പോയി അനുഭവിക്കും. അപ്പോൾ മിസ് പമീല? പമീല അല്ല സാർ, പ്രമീള. എനിക്ക് റാഗിട്ടില്ലേ, പമീലാന്ന് വിചാരിച്ചാലും പമീലാന്നേ വരൂ. അല്ല, പമീലയുടെ സ്ഥലം എവിടെയാണ്? തൃപ്രയാറ്. ചാവക്കാടേക്ക് മാറ്റാൻ പറ്റുമോ? അതെന്താ? അല്ല, ഈ തൃപ്പയാറിലൊക്കെ കുറേ റാവര് ചടങ്ങാണ്. അല്ല, ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? എൻ്റെ റോളിൻ്റെ കാര്യം. അത് സെറ്റാക്കാം. കൊച്ചിൻ്റെ കാര്യം ഞാൻ അയ്യപ്പനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗംഭീര റോളായിരിക്കും. പക്ഷെ അതല്ല കാര്യം. ഞാൻ കൊണ്ടുവന്ന ആൾ അത്ര പോരാന്ന് ഡയറക്ടർ പറഞ്ഞാൽ എനിക്കതൊരു കുറച്ചില്ലാവും. അയ്യോ, അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ മാക്സിമം ചെയ്യും. പമീല ചെയ്യുമെന്ന് എനിക്കറിയാം, ചെയ്യണമല്ലോ. ഏത് പിന്നെ കുറച്ച് ഹോട്ടൊക്കെ ആയിട്ട് ചെയ്യേണ്ട വേഷമാണ്. ഹോട്ടായിട്ട് എന്നൊക്കെ പറയുമ്പോൾ? അയ്യോ, അത്രയൊന്നുമില്ല. വളരെ നൈസായിട്ട് കാലൊക്കെ ഒന്ന് കാണിച്ച്. കാലൊക്കെ കാണിക്കാം, നോ ഇഷ്യൂ. അല്ല, കാണിക്കാന്ന് പറയുമ്പോൾ ഈ കാലൊക്കെ ഒന്ന് മേലോട്ടൊക്കെ കയറ്റി വെച്ച്. മച്ചി കുറച്ചുകൂടി ഇത്രയും മതിയോ? സബാഷ്. മതിയോ? ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണം. എന്ത്? അല്ല, കൊച്ചു ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് പറയായിരുന്നു. താങ്ക് യു. അപ്പൊ എന്താ വരെ? ഷൂട്ട് തുടങ്ങിയിട്ടല്ലേ വരണ്ടേ?
അല്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യപ്പ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഷൂട്ടാണേ. ആദ്യം ഗോവ, മലേഷ്യ, ഇന്തോനേഷ്യ, ഗുണ്ടൽപേട്ട്. കൊച്ചിന് പാസ്പോർട്ടൊക്കെ ഉണ്ടാവില്ലല്ലേ? ഇല്ല. അർജൻറ്റായിട്ട് എടുക്കേണ്ടി വരും. നമുക്ക് കുറേ രാജ്യങ്ങൾ കറങ്ങേണ്ടി വരും. പിന്നെ പമീല എൻ്റെ റൂമിൽ താമസിക്കേണ്ടി വരും. അവിടെയൊക്കെ ഭയങ്കര റെൻ്റാണ്. ഏതാണ് വേറെ ഒന്നും കൊണ്ടല്ല ഏട്ടാ. എന്നാ സാർ ഞാനങ്ങോട്ട്. അടുത്ത ആഴ്ച ഒന്നുകൂടി വരേണ്ടി വരും. നമുക്ക് പേപ്പറൊക്കെ ഒന്ന് ഇപ്പിടണ്ടേ? എന്ത് പേപ്പറ്? പക്ഷേ മറ്റേ പേപ്പർ ഉണ്ടായിരുന്നല്ലോ, മറ്റേ നടന്മാർ നടിമാരൊക്കെ ഇപ്പിടുന്ന. കോൾ ഷീറ്റ്. അത് തന്നെ അത് തന്നെ. നമ്മൾ ഈ കോടിയുടെ ബിസിനസ്സൊക്കെ നടത്താറുണ്ടേ, അതൊക്കെ മറന്നു പോകണം ഓരോന്ന് കാര്യങ്ങൾ. ദൈവരുണ്ട് ഒന്ന് വാതിലൊക്കെ മുട്ടിട്ട് കയറി പാടും. സോറി സാർ. ഇത് എങ്ങോട്ടാ പോണേ? അല്ല മുട്ടണ്ടേ? ഇനി ഇതിൻ്റെ ആവശ്യമില്ല, നീങ്ങ പോരെ. പമീല, ഇത് മിസ്റ്റർ ഗിരീഷൻ, നമ്മുടെ ഫിനാൻസ് കൺട്രോളറാണ്. നമ്മുടെ സകല ബിസിനസ്സുകളും നോക്കി നിർത്തുന്നത് പുള്ളിക്കാരനാണ്. കൺസ്ട്രക്ഷൻ കമ്പനി, എണ്ണ കമ്പനി, വാട്ടർ പാർക്ക്, പിന്നെ ഇപ്പോൾ സിനിമയും. അല്ല ഗിരീഷൻ വന്ന കാര്യം? അല്ല, നമ്മുടെ വാട്ടർ പാർക്കിൻ്റെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. അത് അടച്ചില്ലെങ്കിൽ ഫീസ് കൊണ്ടുപോകുന്നതാണ് അവർ പറയുന്നത്. ഏത് വാട്ടർ പാർക്കിൻ്റെ? മറ്റേ സാർ ഇപ്പം പറഞ്ഞ വാട്ടർ പാർക്കിൻ്റെ. ഓഹോ, മറ്റേ വാട്ടർ പാർക്കിൻ്റെ. എൻ്റെ ഗിരീഷ ഇതൊക്കെ വെച്ചോണ്ടിരിക്കണോ? എല്ലാ കാര്യത്തിലും എൻ്റെ കയ്യെത്തണമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടാട്ടോ. എത്ര രൂപ വരും? അത് 341 രൂപ. അല്ല, 3,341 രൂപ. ഈ മാസം വളരെ കുറവല്ലേ? ആ, ഈ മാസം വളരെ കുറവാണ്. ചില മാസങ്ങളിൽ ഇത് 10 ലക്ഷം വരെ പോകാറുണ്ടേ. കഴിഞ്ഞ മാസം 1.5 കോടി വന്നാ. ഈ മാസം വളരെ കുറവാണ്, മഴയൊക്കെ അല്ലേ. അതെ അതെ, തുലാമാസമല്ലേ. തൽക്കാലം നീ ചെല്ലില്ലേ, ബില്ലൊക്കെ നമുക്ക് പിന്നെ അടയ്ക്കാം. അടയ്ക്കണം. മിസ് പമീല, നമ്മളെവിടെ ഇരുന്ന് പറഞ്ഞു നിർത്തിയത്? കോൾ ഷീറ്റ് സൈൻ ചെയ്യുന്ന കാര്യം. യെസ്, എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. പമീല ഒരു കാര്യം ചെയ്യും, അടുത്ത വെള്ളിയാഴ്ച, അല്ലെങ്കിൽ വേണ്ട വെള്ളിയാഴ്ച എനിക്ക് ഷാരൂഖ് ഖാനായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഞായറാഴ്ച ഒന്നുകൂടി വരും. വരാം. വരുമ്പോൾ ക്യാരക്ടറായിട്ട് വരണം. ക്യാരക്ടർ എന്ന് പറയുമ്പോ കുറച്ച് ഗ്ലാമറസ് ഒക്കെ ആയി. ഞാൻ കാണട്ടെ. ഓ, എന്താ ചിരി. മറ്റേ വിളിച്ച നമ്പറിൽ വാട്സപ്പ് ഉണ്ടല്ലോ അല്ലേ? നമുക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് പഠിക്കണം. ഇവ ഇതുവരെ പോയില്ലേ? പൊന്നു സാറേ, എന്ത് തള്ളാണ്. പിടിച്ച് നിൽക്കണ്ടടാ. പക്ഷെ സംഭവമല്ലാട്ടാ, അയ്യപ്പ സിനിമയുടെ കൂടെ ഇങ്ങനെയും കൂടെ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് വിചാരിച്ചില്ല. ദൈവമേ, എത്രയും പെട്ടെന്ന് ഞായറാഴ്ചയ്ക്ക് തന്നാൽ മതിയായിരുന്നു. സത്യം പറ സാറേ, നിങ്ങളുടെ കൂട്ടാനെ പിഴിഞ്ഞല്ലേ ജീവിക്കുന്നത്? ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ. അത് പറഞ്ഞപ്പോഴാ നിങ്ങൾ ആ കാട്ടിലേക്ക് അയ്യപ്പനെ പറഞ്ഞില്ലേ? ആ കാടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, ഒന്നുമില്ല, ഞാൻ ചോദിച്ചാ. നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാകല്ലേ, അവിടെ യാതൊരു പ്രശ്നമില്ല. ഒരാളെ കാണാനില്ല. അയ്യോ, ഞാനങ്ങനെ കുട്ടി വിചാരിക്കുന്ന ടൈപ്പൊന്നുമല്ല. ഞാൻ വെറുതെ ഇതിലേ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വഴിന്ന് മാറ്. അതെ, ഒരു അപരിചിതനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? കുട്ടിയുടെ പേരെന്താ? എന്താ പേരില്ലേ? എനിക്ക് പോണം, വഴിന്ന് മാറ്. അങ്ങനെയൊക്കെ മാറാൻ പറ്റും, പേര് പറഞ്ഞിട്ട് പോയാൽ മതി. എന്ത് തള്ളടതല്ലേ ഇത്? അത് താൻ പോക്കരുത്തരം കാണിച്ചിട്ടല്ലേ? പറഞ്ഞിട്ട്
സോറി വർക്കായില്ല അതിനല്ല. നടക്ക്. എൻ്റെ ബാഗും വണ്ടിയൊക്കെ ആ വഴിയിലാണ്. ആരെങ്കിലും കൊണ്ടുപോയത്? ഒന്നും ആരും കൊണ്ടുപോകില്ല. എത്ര മൈലുണ്ടാവും? ഒരു ഓട്ടോ വിളിച്ച് വരാറുന്നല്ലോ. എവിടെയെല്ലാം കൊണ്ട് ഇരുത്ത് കാല് വേനിച്ചിട്ട്